ആദ്യ പകുതിയിൽ നിങ്ങൾ നൽകിയ നിസ്വാർത്ഥമായ സഹകരണത്തിന് 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം അപ്രപാളികളിൽ മിന്നിത്തിളങ്ങുന്ന അഭിനയ മുഹൂർത്തങ്ങളിലൂടെ തങ്ങളുടെ അഭിനയ പാടവം തെളിയിച്ച സിനിമാ താരങ്ങളുടെ അപരന്മാർ ഇതാ നിങ്ങൾക്ക് മുന്നിൽ ഒരു ഫിഗർ ഷോ. ആദ്യമായി നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നു ഇന്ത്യൻ സിനിമയുടെ ബിഗ് പി അമിതാഭ് ബച്ചൻ. ലോക സിനിമയിലെ സകലകലാവല്ലഭൻ കമലഹാസൻ. മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയും മോഹൻലാലും ഒരേ വേദിയിൽ. പ്രോത്സാഹനങ്ങൾക്കും സഹകരണങ്ങൾക്കും 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഒരു ചെയിൻ സോങ്ങോട് കൂടി ഇന്നീ വേദിയിൽ ഈ പ്രോഗ്രാം പൂർണ്ണമാകും. നന്ദി, നമസ്കാരം. దేవుడా దేవుడా ఎరుమల దేవుడా, చూడుడా చూడుడా ఇంకో భక్తం చూడడా, വരവേൽക്കാനാണു വേണം കൊടി തോരണങ്ങൾ വേണം, ഉദയശ്രീലാളിതരായി വരുന്നു ഞങ്ങൾ. ഇതിരിക്കുന്ന പ്രസാദേ, ബാക്കി നമുക്ക് നാളെ സെറ്റിൽ ചെയ്യാം. കമ്മിറ്റിക്കാലത്ത് പൈസ ചെയ്തപ്പോൾ അവർ സ്കിറ്റ് പോരാ ഫിഗർ പോരാ എന്ന് പറഞ്ഞ് പൈസ കൊടുക്കാൻ തന്നത്. എന്ത് കുറവാണെങ്കിലും പുറത്ത് കയ്യടിക്കൊരു കുറവില്ലായിരുന്നല്ലോ ചായ. ചേര കമ്മിറ്റിക്കാർ അങ്ങനാടാ മോനെ. നമ്മൾ സ്റ്റേജിക്കണത് തലകുത്തി മറിഞ്ഞാലും അംഗീകരിച്ചെടുത്തില്ല. അത് ശരിയാ ചായ. നാളെ നമ്മുടെ സമിതിയുടെ ലാസ്റ്റ് കളിയാ. നമ്മളെല്ലാം കൂടെ ഒത്തു പിടിച്ചാൽ പിന്നെ അടുത്ത വർഷം നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. ഓക്കെ ചായ, ഞാനിപ്പോ നാളെ 3 മണിക്ക് തന്നെ എത്തിയേക്കാം. ശരി മോനെ. അളിയാ ചായ. ഓക്കെ ചായ. ഓക്കെടാ. ബാക്കി നാളെ കിട്ടുമല്ലോ. പരിപാടി എവിടെ പോയിട്ട് വരാടാ? അല്ല ഞാൻ അല്ല സാർ, ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. വീട് ഇവിടെ അടുത്താണേ. അപ്പോൾ എപ്പോഴും ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇവിടെ വന്ന് ഇറങ്ങാറ്. മിമിക്രിയോ? ഈ രാത്രിയിലൊക്കെ എങ്ങനെ സാർ പ്രോഗ്രാം ചെയ്യുന്നത്? അതെ സാർ. ഞാൻ ജനാർദ്ദന്റെ ശബ്ദം എടുക്കാം സാർ. നോക്കി നിൽക്കാതെ അവന്റെ മറ്റക്കാലം കൂടെ തല്ലി ഓടിക്കണ. എന്റെ കാലം തല്ലി ഓടിച്ച പോലെ തന്നെ അവന്റെ കാലം തല്ലി ഓടിക്കണം. നീ തങ്കപ്പനല്ലടാ, പൊണ്ടപ്പനാ പൊണ്ടപ്പൻ. ശരിയല്ലേ? വേണ്ട സാറേ, ഒരു കലാകാരനല്ലേ, കണ്ടിട്ടൊരു പാവപ്പെട്ടാനാന്ന് തോന്നുന്നു. അല്ല 10,000 രൂപ വാങ്ങിച്ചിട്ട് വിട്ടേക്ക് സാറേ. കൊടുത്തിട്ട് പോടാ. പോടേ. ഓ എന്താ സാർ? നിയമലംഘനം.
അത് ഞാൻ അടിക്കുമ്പോൾ നടക്കത്തില്ല. പോടാ പോടാ. ഞാൻ നല്ല മണമുണ്ടല്ലോ. ദൈവമേ, ആവശ്യമില്ലാത്ത പാട്ടും പാടി. ആരാത്? ഓ, അച്ഛാ, അമ്മേ, അച്ഛാ, അച്ഛോ, അമ്മേ, അമ്മച്ചി. ചേട്ടൻ വന്നോ? വരുന്ന വഴി പോലീസ് പിടിച്ചിട്ട് തന്നെ. ആരോട് പറയാൻ? തറ കല്യാണക്കുറി. ഭഗവാനെ, പ്രസാദേ, 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 എഴുതേറാ, എഴുതേര്, എഴുതേര്. എന്നാ ചെയ്ത്? ഞാൻ നമ്മുടെ ദേശമംഗലത്തെ സുശീലിന്റെ മോടെ കല്യാണത്തിന് പോവുക. പോയിട്ട് വാ. നിന്റെ കല്യാണത്തിന് നിന്റെ കൊച്ചിനെ നൂല് കിട്ടുന്ന നല്ല നല്ല സംഭാവനകൾ തന്നതാ. അങ്ങനെ ചുമ്മാ അങ്ങ് പോകാൻ പറ്റൂ? എൻ്റെ ആണേ വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ. നിന്റെ പൈസ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് താ. ₹1000? കഥ ഉള്ളച്ചാ. വലിയ കലാകാരനാ, ഒരു മിമിക്രിക്കാരൻ. ആയിക്കോട്ടെ. എല്ലാ ദിവസം പണമാടി ഉണ്ടെന്നും പറഞ്ഞു. മോനെ, ഡാ ഇങ്ങോട്ട് എണീറ്റേ, നീ ഒന്ന് ഇങ്ങോട്ട് എഴുന്നേക്കടാ. ഇങ്ങോട്ട് നോക്ക്, പറയട്ടെ. ദാണ്ടേ, ഇന്നേ അയൽക്കൂട്ടത്തിനെടുത്ത പൈസയുടെ പലിശ കൊടുക്കാനുള്ള ദിവസമാ. ഇന്നത് കൊടുത്തില്ലെങ്കിൽ പെണ്ണുങ്ങളെല്ലാം കൂടി ഇവിടെ വന്ന് അടിക്കൂടം നടത്തും. 1000 കൊടുക്കാൻ മതി. 1000 രൂപയോ? 1200 രൂപയാ കൊടുക്കാനുള്ളത്. 200 രൂപയല്ലേ ഇന്ന് പരിപാടി വരുമ്പോ കൊടുക്കാമോ? മോനെ, ഇന്ന് പരിപാടി കഴിഞ്ഞ് വരുമ്പോ തരണേടാ. എന്നാലേ നമുക്ക് ഇനിയും പൈസ എടുക്കാൻ പറ്റത്തുള്ളൂ. അതാമാ. ചേട്ടൻ ഇനി എണീറ്റില്ലേ? ഇന്നലെ ചേട്ടന് പോലുള്ള വണ്ടിക്കൂടി ഞാൻ മഞ്ജു ചേച്ചിയുടെ കയ്യിൽ നിന്നാ വാങ്ങിച്ചത്. പിന്നെ ഇന്ന് ഇൻസ്റ്റാൾമെന്റ് ആരും വരും, അണ്ണാച്ചിയും വരും, പലചരക്കടക്കാരനെ പൈസയും കൊടുക്കണം. തുടങ്ങി. നീ ആ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടു. ഞാനൊരു 500 എടുത്തേ. 500? ഓ, ഇത് എന്തിനുണ്ട്? ആ പിന്നെ ചേട്ടാ, നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അമ്പലത്തിലൊരു വഴിപാട് നടന്നിട്ടുണ്ട്. 750 രൂപയാവും. അതങ്ങ് കൊടുത്തേക്കണേ. 750? ഇന്നോ? ഓ പൊന്നോ, ഇന്ന് വേണ്ട, പിന്നെ നാളെയോ മറ്റന്നാളോ മതി. ഓ, മോളിങ് വന്നേ.
സ്കൂളിൽ പോകാൻ റെഡിയായോ? ഇന്ന് സ്കൂളിൽ എക്സാം ഫീസ് കൊടുക്കണം. എല്ലാരും കൊടുത്തിന്, ഞാൻ മാത്രമേ ഉള്ളൂ കൊടുക്കാൻ. ആണോ? എത്ര രൂപയാ? 250 രൂപ. അച്ഛ തരാലോ. ഇപ്പൊ തരാട്ടാ. അച്ഛ തരാലോ. എക്സാം ഫീസ് കൊടുത്തിട്ട് ബാക്കി മോൻ ഐസ്ക്രീം മേടിച്ച് കഴിച്ചോട്ടാ. അച്ഛനും ഉമ്മതാ. ടാറ്റ പൊന്നേ. ടാറ്റാ. ആ ചായ. ആ ഞാനൊരു 3 മണിക്ക് ഇവിടുന്ന് ഇറങ്ങാം. മോനെ നീ വരണ്ട, അതെന്താ ചായ? കളി ക്യാൻസലായി മോനെ. ക്യാൻസലായ? അപ്പൊ അടുത്ത കളി? അടുത്ത കളി അടുത്ത സീസണിൽ. അയ്യോ. എന്നാടാ പരിപാടി ഒന്നും തുടങ്ങുന്നില്ലയോ? ഇപ്പൊ തുടങ്ങാ ചായ. യവനിക ഉയരുന്നിവിടെ വിടർന്നൊരു ജീവിത നാടകരംഗം. ജനനം തൊട്ടു തുടങ്ങി